ഇതൊന്നും പറയാനാവൂലെന്ന് വിചാരിച്ച് അടങ്ങി ഒതുങ്ങി കുത്തിരിക്കുകയെന്ന് ഞാൻ, പക്ഷേ പറഞ്ഞേ മതിയാകുള്ളൂ കേട്ടോ. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, പൊതുവേ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ എങ്ങനെയായാലും ഒരു ചൊല്ലില്ലാതെ അങ്ങോട്ട് പോരലില്ല. ഇന്നത്തെ ചൊല്ല് ഏതാണെന്ന് ചോദിച്ചാൽ തിന്നൂല തീറ്റിക്കൂല. ആരാന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തൊരു സന്തോഷമായിട്ടാണ് നമ്മൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ എന്താണെന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളിട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത്. ഇന്ന് ഇതാണ് കർക്കിടകം 1 കേട്ടോ. നല്ല ദിവസം തന്നെയാണ്, നല്ല ഉഷാറും ദിവസം തന്നെയാണ്. നമ്മളൊരു കർക്കിടകം എന്ന് പറയുമ്പോൾ ഒരു പഞ്ഞക്കാലമാണല്ലോ, പഞ്ഞമാസമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹെൽത്തി മാസം കൂടിയാണല്ലോ. നമുക്ക് മനസ്സിനൊരു സന്തോഷം, സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു രാമായണ മാസത്തിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് ഞാനിതാ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ ആരുമില്ല, എല്ലാവരും പറശ്ശിനിക്കടവ് പോയതാണ്. ഞാനും മൂപ്പർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോവാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ആളാണ് ഇവിടെ ഉള്ളത്. ഞാനും കണ്ണനും മൂപ്പരും തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ കുട്ടികൾ 2 ആളും കൊണ്ട് നമ്മൾ തറവാടറ്റം പോയിട്ടുണ്ട്. ഇനി നാളെ വരുള്ളൂ. എങ്ങനെയുണ്ട് സൂക്കടൊക്കെ? കുറവുണ്ട്. വേദനയൊക്കെ മാറി കുറവുണ്ട്. ഇന്നിപ്പോൾ ഒന്ന് പൊതിച്ചോറാണ്. പൊതിച്ചോറിനെ പറ്റി 2 വാക്ക് പറയാം. ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ട് മുണ്ടാത്തക്ക എന്നാൽ ആയിക്കോട്ടെ, പൊതിയുമ്പോൾ പറയാം. ഞാൻ ചോറടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പം സമയം ഇപ്പോൾ 9 മണിയായി. 10-10:30 ആകുമ്പോൾ വരും എന്നാണ് പറഞ്ഞത്. ചോറ് വന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കണം. ചോറ് വന്നിട്ടുണ്ട്. എന്നാണ് ഈ കർക്കിടകം 1 കർക്കിടകം 1. ചോറ് വന്നു. ചായക്കൊന്നും കടി ഉണ്ടാക്കിയില്ല. കുട്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചായക്കും കടി ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും ഇനി സാമ്പാർ ഉണ്ടാക്കട്ടെ. മീനുമാണല്ലോ. അപ്പോൾ സംഗതി ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇന്നിപ്പോൾ നമുക്ക് പൊതിച്ചോറുള്ളതാണ് കേട്ടോ. കുറേ ദിവസം കൂടിയിട്ടാണ് നമുക്കൊന്ന് പൊതിച്ചോറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പൊതിച്ചോറിൻ്റെ ദിവസമാണ്. നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ നമ്മളെ പൊതിച്ചോറുകളൊക്കെ കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിവാദമാണ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും നിർത്തൂല എന്നൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. നമ്മളെ പൊതിച്ചോറൊന്നും നിർത്തൂല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഞങ്ങൾക്കിതാ സന്തോഷം വരുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതിൻ്റെ ആ കാര്യങ്ങൾ പിന്നെ പറയാം. ഇന്നത്തെ നമ്മളെ വിഭവം പറയുന്നത് നമുക്ക് സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ. തലേന്നേ ഒരു പേപ്പറും അതേപോലെ തന്നെ റബ്ബറും അതിൻ്റെ കീസും കവറും ഒക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ തന്നെ നമുക്കൊരു ചിന്താഗതി വരും. എന്താ അപ്പം പൊതിച്ചോറിൽ ഉണ്ടാക്കുക, എന്താ അപ്പം പൊതിച്ചോറിന് ഉണ്ടാക്കുക എന്നൊരു ചിന്താഗതി വരും കേട്ടോ. അപ്പോൾ നമ്മൾ തിന്നണ പോലെയല്ലല്ലോ. ആശുപത്രിയിൽ കൊടുത്തയക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത് വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായാലുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ നമ്മളങ്ങനെയാണല്ലോ കൊണ്ടുപോകല്. ആ ഒരു നിർബന്ധം ഉണ്ടായാലുണ്ട്. അപ്പോൾ ഓലിങ്ങനെ കുട്ടികൾ നമ്മളെ പ്രവർത്തകരിങ്ങനെ സാധനങ്ങൾ കൊണ്ടു തരുമ്പോൾ അതിൽ ഇതാകണം കവറുണ്ടാവും, ചോറ് പുതിയല്ലേ പേപ്പറുകളുണ്ടാവും, പിന്നെ റബ്ബർ ഉണ്ടാവും. അതൊക്കെ കൊണ്ടു തരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എണ്ണം കൂട്ടുക എന്നല്ല, അതിൻ്റെ ഒരു പൊതിൻ്റെ എണ്ണം കൂട്ടുക എന്നല്ല, അത് കുറയ്ക്കലില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സാമ്പാർ കഷ്ണം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കുറച്ചുകൂടി കഷ്ണം ഇതിൽ എടുക്കാനുണ്ട്. പിന്നെ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു തട്ടിക്കൂട്ട് സാമ്പാർ കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ തട്ടിക്കൂട്ട് സാമ്പാറാണ്. തേങ്ങ അരക്കാത്തൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചാൽ ചിലപ്പോൾ ഒന്നും പറ്റിക്കോളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ തേങ്ങ അരക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സാമ്പാറായാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെന്താന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക? ചമ്മന്തി ഉണ്ടാക്കണോ, മീൻ ഉണ്ടാക്കണോ, ഉപ്പേരി ഉണ്ടാക്കണോ, എന്തെന്താ കൊടുത്താലും നമുക്ക് മതിയാവില്ല കേട്ടോ. എത്ര പൊതി കൊടുത്താലും മതിയാവില്ല, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ചോറിന് ഇതാ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സാമ്പാർ വെച്ചു. കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയും പൊടികളൊക്കെ ചേർത്താലും നമ്മളെ സാമ്പാറും ആയി. പിന്നെ മീനുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ ആ ഒരു ചുമന്ന മീനിനെ കിളിമീൻ എന്നാ പറയുക കേട്ടോ. കിളിമീൻ ഇന്നലെ രാത്രിയേ നന്നാക്കി വെച്ചു കേട്ടോ. രാവിലെ തന്നെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുവിധം വീട്ടുകാരൊക്കെ രാത്രി തന്നെ എല്ലാ പരിപാടിയും കഴിച്ചു വെക്കും. അപ്പോൾ നമ്മൾ ഓണത്തിന് വിഷുവിനൊക്കെ നമ്മൾ തലേന്നേ പരിപാടികളൊക്കെ കഴിച്ചു വെക്കൂലേ. അരിയാലതൊക്കെ അരിഞ്ഞ് നന്നാക്കാലൊക്കെ നന്നാക്കി, മുളക് കൂട്ടാലൊക്കെ മുളക് കൂട്ടി, അങ്ങനെയാണല്ലോ വെക്കുക. അതേപോലെയാണ് നമുക്ക് പൊതിച്ചോറുണ്ട് എന്ന് പറയുമ്പം നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ തലേന്നേ എല്ലാതും എണ്ണി പൊറുക്കി തിട്ടപ്പെടുത്തിയിട്ടൊക്കെയാണ് വെക്കൽ.
അപ്പം ഞാൻ എന്താണ് ഈ ഒരു കിളിമീനാണ് വാങ്ങിയിട്ടുള്ളത്. അത് മുളകൊക്കെ കൂട്ടി വെച്ചതായിരുന്നു. അപ്പോൾ രാവിലെ എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ. ഒരു 9:30 മണിക്ക് 9 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്കാണ് വരുള്ളൂ. എല്ലാ വീട്ടിൽ നിന്നും കളക്ട് ചെയ്തിട്ട് വേണ്ടേ. അപ്പം ഞാൻ കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മീൻ പൊരിക്കട്ടെ എന്ന് വിചാരിച്ചു. മീൻ പൊരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പാറിനില്ലേ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതൊന്ന് സാമ്പാർക്ക് കണ്ട് ഒഴിച്ചിട്ടാലുണ്ടല്ലോ സാമ്പാറും ആയി. ഇനിയിപ്പോൾ പിന്നെ ഒന്ന് വേവിച്ചെടുത്താൽ ഒന്ന് വറവിട്ടാലും മതി കേട്ടോ. പിന്നെ ഇപ്പം ഇനി എന്താ ഇത് രണ്ടും മാത്രം മതിയെന്നില്ല ഒരു തീരുമാനത്തിലായിരുന്നു ഇന്നലെ വരെ ഞാൻ കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞു വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോ. ചിലപ്പോൾ സാമ്പാർ കൂട്ടാത്തവരോ മീൻ കൂട്ടാത്തവരൊക്കെ ഉണ്ടാക്കുമല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ എന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഈ ഒരു കൂട്ടത്തിൽ നമുക്കുള്ളതും കൂടി ആക്കും കേട്ടോ. നമുക്ക് വീട്ടിൽ ഉള്ളവർക്കും എല്ലാം കൂടി നമ്മളിത് ഈ ഒരു കൂട്ടത്തിലാക്കും. നമുക്ക് വേറെ വെക്കൊന്നുമില്ല. ഈ ഒരു കൂട്ടത്തിലില്ല തന്നെ. ഇതിലെന്താ ഉള്ളത് വെച്ചാൽ ഇതിൻ്റെ എന്താ ബാക്കിയുള്ളത് വെച്ചാൽ അതാണ് നമ്മൾ ഉച്ചക്ക് കൂട്ടൽ. അപ്പോൾ ഒരു നല്ലതൊക്കെ ഓൾക്ക് കൊടുത്തിട്ട് ബാക്കി എന്താ ഉള്ളത് വെച്ചാൽ അങ്ങനെയാണ് കൂട്ടൽ കേട്ടോ. അങ്ങനെ സാമ്പാറിൽ വെണ്ടയ്ക്കൊക്കെ നന്നാ പോയിട്ട് ഒന്ന് വഴറ്റി അതേപോലെ തന്നെ മുളകും പൊടിയും സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ പാടിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചും കൂടി എടുത്താലുണ്ടല്ലോ നമ്മൾ സാമ്പാർ വറവിടാനായി. അതിൻ്റെ അവിടെ മീൻ നന്നായിട്ട് പൊരിയുന്നുണ്ട്. ചോറും തന്നെ വെന്തില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വേറെ അരി വലിയ മുന്തിയ അരിയോ കാളവണ്ടിയോ അങ്ങനെ ഒരു വണ്ടികളും അരിയൊന്നും വാങ്ങലില്ല കേട്ടോ. നമ്മൾ അതേപോലെ നമ്മളെന്താ തിന്നണത് അത് തന്നെയാണ് നമ്മൾ ഓൽക്കും കൊടുക്കുന്നത്. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ആർക്കും ഒന്നും കൊടുക്കണില്ല. നമുക്ക് എന്താ കഴിയണത് നമ്മളെ കൊണ്ട് എന്താ കഴിയണത് അതാണ് ഞങ്ങൾ എൻ്റെ ഈ ഒരു പൊതിച്ചോറിൽ ഞാൻ കെട്ടി കൊടുക്കലുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന്. അതൊരു അച്ചാറിൻ്റെയോ മീനിൻ്റെയോ അല്ലെങ്കിൽ ചമ്മന്തിൻ്റെയോ ഉപ്പേരീൻ്റെയോ എന്തോ ഒരു മിസ്സിങ് ആണ് നമ്മൾ പൊതിച്ചോറിൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം നേരെ വാങ്ങിയ ചോപ്പറാണ്. അപ്പോൾ അതിലിട്ടൊന്ന് ക്രഷാക്കി എടുത്താലോ ഒരു ഉപ്പേരി ആകുമല്ലോ, ചെറിയൊരു ഉപ്പേരി ആകുമല്ലോ. ഹെൽത്തി ആണല്ലോ ബീട്രൂട്ട് എന്ന് പറയുന്നത്, ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഉപ്പേരിയും കൂടി വെച്ചാലുണ്ടല്ലോ ഒരു കളർഫുള്ളാകുമല്ലോ. തിന്നുമ്പോൾ തുറക്കുമ്പോൾ ഒരു കളർഫുള്ളായിക്കോളും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ കുറച്ച് മുന്തിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും അച്ചാറൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ ചോറും പാത്രം തുറക്കുമ്പോഴൊരു ചുവപ്പ് കളർ വരാനായിട്ട്. നമ്മളത് എങ്ങനെയായാലും ഒരു പച്ച കളറേ വരുള്ളൂ. കാരണം മുരിങ്ങാതാളിപ്പോൾ മത്തൻ്റെ അല്ലേ അങ്ങനെ ചമ്മന്തിയൊക്കെ ആയിക്കാരം നമ്മൾ കൊണ്ടുപോകാണ്ടാകുക. അപ്പോൾ ഓല പാത്രത്തിൽ നോക്കുമ്പോഴാണ് ഈ ഒരു ചുവപ്പും കളർ കാണി. അപ്പം അങ്ങനെ അന്നത്തെ ഒരു ഓർമ്മയൊക്കെ വന്നു. ഇങ്ങനെ നമ്മളെ പൊതിച്ചോറിന് കിട്ടി കഴിക്കുമ്പോൾ ഈ ഒരു ചുവപ്പ് കളർ കാണുന്നൊക്കെ ഒരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒക്കെപ്പാട് നന്നാക്കി കഴിഞ്ഞ് ഇതൊന്നും വറവിടട്ടെ കേട്ടോ. എന്നിട്ട് ഒരിയും കൂടി ഉണ്ടാക്കിയാലുണ്ടല്ലോ അതും കൂടി കഴിഞ്ഞു. അപ്പോൾ സാമ്പാറൊക്കെ വറവിട്ട് കഴിഞ്ഞു, മീൻ പൊരിച്ച് കഴിഞ്ഞു. പിന്നെ വേറെ എന്താ ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് ഇനി ഒന്നും ഉണ്ടാക്കണില്ല. ഉപ്പേരിയും അതേപോലെ തന്നെ നമ്മളെ കിളിമീൻ പൊരിച്ചതും കൂടി ഉണ്ടല്ലോ, അതന്നെ ചോറുന്ന അത് ധാരാളമുണ്ട്. അപ്പോൾ ഇതും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലാക്കി വെക്കണം കേട്ടോ. പാത്രത്തിലാക്കി വെക്കുമ്പോഴാണ് ചൂടാറിയിട്ടാണല്ലോ നമുക്ക് കവറിൽ ഒഴിക്കാൻ കഴിയുള്ളൂ. ചെറിയൊരു കവറല്ലേ ഉള്ളൂ കൊടുന്ന് തരിക. അപ്പോൾ അതിൽ ഒഴിക്കണമെങ്കിൽ നല്ലപോലെ ചൂടാറിയാൽ മാത്രമേ ഒഴിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനൊരു ഒരു പരന്ന പാത്രത്തിൽ കറി വാർന്ന് വെക്കും കേട്ടോ. ഉപ്പേരി ഒന്നും അങ്ങനെ ചൂടാറിയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. കറി നല്ലപോലെ ചൂടാറിയിട്ടാണ് ഞാൻ ആക്കൽ. അപ്പോൾ ഇന്ന് ചോറ് പൊതിയാനിതാ പുതിയ അവതാരം വന്നിട്ടുണ്ട്. മൂപ്പർക്ക് ഇപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വല്ലതായിട്ട് വാഴയിൽ പോയി കളക്കാനോ ഇടിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഇന്നിപ്പോൾ എന്നെ സഹായിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയോ പറയാനുണ്ട്, പൊതിച്ചോറിനെ പറ്റി എന്തൊക്കെയോ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് വന്നത്. പക്ഷെ ഒന്നും പറഞ്ഞതൊന്നുമില്ല. പറഞ്ഞാൽ ഏറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും ചിലപ്പം പറയാതെ നിന്നത്. അപ്പോൾ ഇന്ന് മൂപ്പരാണ് കെട്ടണത് കേട്ടോ. മൂപ്പരാണെന്ന് നമ്മൾ എല്ലാ ദിവസവും എല്ലാ കൊല്ലവും അല്ല എല്ലാ മാസവും പൊതിച്ചോറ് വരുമ്പോഴൊക്കെ എന്നാണെന്ന് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ വരുമ്പം നമ്മൾ അഞ്ചെണ്ണത്തിലേറെയൊക്കെയാണ് കൊടുക്കൽ. ഇന്നിപ്പോൾ ഞാൻ ഒരു 6 ഇട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 5-6 ഇട്ടുകൂടുമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ 6 പൊതിയാണെന്ന് നമ്മളെ കയ്യിലുള്ളത്. പൊതിച്ചോറിന് എണ്ണം എടുക്കാൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും കൂട്ടിയാണ് കൊണ്ടുവരുന്നത്. കുറച്ചല്ല, നമ്മളെ കൊണ്ട് അത് കഴിയൂല, കുറയ്ക്കാനായിട്ട് കഴിയൂല. നമ്മളെ പോലത്തെ പാവപ്പെട്ട പോലാണ് ആശുപത്രിയിൽ കിടക്കുന്നത്. അപ്പോൾ ഓൾക്ക് ഒരു പൊതിച്ചോറൊക്കെ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. മന്തിക്ക് വേണം ഒരു 1000 ഉറുപ്പ്യ, ഒരു 5 ആക്കിയിട്ട് തിന്നണമെങ്കിൽ ഒരു കുറഞ്ഞ വർഷം ഒരു 500-1000 ഉറുപ്പ്യ വേണമല്ലോ. അതിൻ്റെ ഒരു പകുതിയും വേണ്ട നമുക്ക് ഈ ഒത്തിരി ചോറും ഇത്തിരി കൂട്ടാനും ചമ്മന്തി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ അതിൻ്റെ ആ പകുതി പൈസയും കൂടി വേണ്ട കേട്ടോ. നമ്മൾ തിന്നണേന്ന് ഒരു ഓൾക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു മടി
വേണ്ടാന്നപ്പം ഞാൻ പറയുന്നത്. എനിക്കൊരു മടിയില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു പത്രത്തിലും കാര്യങ്ങളൊക്കെ വന്ന പോലെ പറയണ്ടെന്ന് വിചാരിച്ചു തന്നെയാണ്, പക്ഷെ പറയിപ്പിക്കും. അപ്പം ഞാൻ നമ്മളെ വീട്ടിൽ ഞങ്ങൾ 5 ആളുണ്ട് ഈ വീട്ടിൽ. ഞങ്ങളെ വീട്ടിൽ ആരും ചോറ് വന്ന് ചോദിച്ചാലും നമുക്കില്ലെങ്കിലും വേണ്ടല്ലോ ഒരാൾക്ക് എടുത്ത് കൊടുക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലേ ഉണ്ടോയെന്നല്ല, ഉള്ളത് എല്ലാവർക്കും ഒരിച്ച് വെച്ച് കൊടുക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ നമ്മളെ മക്കളെയും പഠിപ്പിച്ചാലാണല്ലോ ഭാവിയിൽ നന്നാകല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ നമുക്ക് സഹായം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കേട്ടോ, അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ആര് വന്ന് ചോറ് ചോദിച്ചാലും ഇനിയിപ്പം കൊടീൻ്റെ നിറം നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട, ജാതി നോക്കണ്ട, കളർ നോക്കണ്ട, ഒന്നും നോക്കൊന്നും വേണ്ട. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കൊടുത്തോളി. പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു കൂലി കിട്ടും കേട്ടോ. അത് വിചാരിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പഠിച്ചവനൊരു കൂലി തരുമല്ലോ. ഇവിടെ നിന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കൈ നമുക്ക് സഹായത്തിനായിട്ടുണ്ടാവും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു പാവങ്ങൾക്ക് ഇത്തിരി ചോറ് കൊടുത്തു വിചാരിച്ചാണ്ട് ഒന്നും വരാൻ പോണില്ല. അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. ഇനിയിപ്പം ഏത് പാർട്ടിക്കാർ വന്നാണ്ട് കുറച്ച് ഇത്ര പൊതിച്ചോറ് വേണം ഇന്ന ആൾക്കാർക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതിലിപ്പോൾ ഞാൻ നിറോ കാര്യങ്ങളോ ഒന്നും നോക്കണില്ല. എനിക്ക് അതിന് നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഇതാക്കണം. ഇവിടെ തട്ടിയും മുട്ടിയും പോകാനുള്ള കഴിവുണ്ട്. ഇത്രയും കഴിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോറ് കൊടുക്കണമെന്നില്ല ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കുറേ ഒന്നും പറയാനില്ല, രാഷ്ട്രീയപരമായിട്ടൊന്നും പറയാനില്ല. പിന്നെ അതേപോലെ തന്നെ ഒന്നും പറയാനില്ല. അതാണ് കൊടുക്കണ്ടാത്തവർ കൊടുക്കണ്ട, കൊടുക്കണവർ ഇതാക്കണ്. ഓരോ ദിവസം ചൊല്ലും, അല്ലെങ്കിൽ ഓരോ നമ്മൾ ഓല് വരുമ്പം അതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളെ കൊണ്ട് അത്രേ കയ്യുള്ളൂ. നമ്മളെ കൊണ്ടല്ല, ഇന്നെ കൊണ്ട് ഇതാ ഇത്രയൊക്കെ തന്നെ കയ്യുള്ളൂ കേട്ടോ. മണ്ടി ചെന്നാണ്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്നാണ്ട് പൈസ വിതരണം ചെയ്യാൻ നമുക്ക് കഴിയൂല. കാരണം അതിന് മാത്രമുള്ള ഒരു സാമ്പത്തിക ശേഷി ഞങ്ങളെ കയ്യിലില്ലാത്തതുകൊണ്ട്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. ഞാനിത് കൊടുക്കും. അതേപോലെ തന്നെ എല്ലാവർക്കും സഹായിച്ചാൽ മതി. നല്ല മനസ്സിലുള്ളവർക്ക് അത് പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നല്ല മനസ്സിലുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തിനാണ് കൊടി വെച്ച് കൊടുക്കണമെന്ന് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ മനസ്സൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. അപ്പം മാറട്ടെ. എന്നാലല്ലേ മനുഷ്യനെ ഒരു സ്നേഹിക്കാനേ കഴിയുള്ളൂ. പഠിച്ചവൻ ചോദിക്കും, ഇതൊക്കെ പഠിച്ചവൻ ചോദിക്കും. അവിടെ ചെല്ലുമ്പോൾ ഒരു കണക്കുണ്ടല്ലോ. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ഒരു കണക്കുണ്ടാവും. അവിടെ ചെല്ലുമ്പം ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ഒരാളുണ്ടാവും. അതൊക്കെ ചോദിച്ചറിഞ്ഞോളൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും. അപ്പം കുറേ പറഞ്ഞു കാട് കയറിയോ ഞാൻ. അപ്പം നമ്മളെ വ്ളോഗ് വേറെ ഏതോ ലെവലിലായോ. പക്ഷേ അതാണ് കേട്ടോ സത്യം. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം എല്ലാവരും സഹായിക്കാൻ നോക്കുക കേട്ടോ. ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും സഹായിക്കാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത്രയും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മൂപ്പര് പറയുകയാണെങ്കിൽ എന്തൊക്കെയോ എടുത്തും പറിച്ചും പറയുന്നത്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചത്. അപ്പം അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്ന പോലെയാണ് ഉണ്ടാകുക. ഓരോ കണ്ണ് മഞ്ഞയാണെങ്കിൽ കാണുന്നതൊക്കെ മഞ്ഞയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം മഞ്ഞക്കണ്ണുകൊണ്ട് അങ്ങനെ കാണാതെ വെക്കുക. ഒക്കെ നമുക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് നല്ലത് കുറേ ഇപ്പം നല്ലത് കാണാൻ പാടാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലത് കാണാനായിട്ട് പാടാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടി ചെറുതായിട്ട് നല്ലത് കാണുന്നുണ്ട്. അതിനൊന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ പാടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ. ആരോടോ ഒരു അരിശം തീർക്കണ പോലെയല്ല പറഞ്ഞത്. ഇത് ഒരു സമാധാനത്തിനും വേണ്ടി പറഞ്ഞതാണ് മക്കളെ. ഇതൊക്കെ ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇതിപ്പോൾ എന്താണെന്നല്ലേ, ഇത് മൂപ്പർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടേ അവൻ ഉണ്ടാക്കിയതാണ്. പൈൽസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതല്ല, അപ്പോൾ ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനായിട്ടാണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിലൊക്കെയാണ് ഇപ്പോൾ മൂപ്പര് ഇരിക്കണത്. വലിയ വിഷയമൊന്നുമില്ല. ഇപ്പം മാറി വരുന്നുണ്ട്, സുഖമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനി അടുത്ത പണി എന്താ വെച്ചാൽ വാഴ കുഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ പന്നീൻ്റെ വിളയാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പണി എടുക്കണം. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് കെട്ടുന്ന ആൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പം വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തോണ്ടിയും ചൊറിഞ്ഞിട്ടാണ് നിൽക്കണത്. അല്ലെങ്കിൽ ഭയങ്കര ചീത്ത പറയും, അതെടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഭയങ്കര അടയും ചക്കരയും പോയിട്ട് പോലെ ആവും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് മൂപ്പര സ്വഭാവം മാറണമെന്ന് പറയാൻ പറ്റുമോ കേട്ടോ. ഓന്തുപോലെയാണ്. കുറച്ചു നേരം നല്ലതാണെങ്കിൽ കുറച്ചു നേരം ചീത്ത പറഞ്ഞിട്ട് കണ്ണാണ്ട് പൊട്ടിക്കും. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് അടിച്ചു വരട്ടെ. മൂപ്പര അവിടെ പൊതിയാനാക്കിയാണ് ഞാനങ്ങോട്ട് അടിച്ചു വരാനായിട്ട് വന്നതാണ്. അടിച്ചു വാരി തുടച്ചിടണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പണിയുള്ളത്. പിന്നല്ലേ. അപ്പോൾ മക്കളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ചോറൂണിന് പോയതാണ്. ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾക്ക് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് അടിച്ചത് കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം ഒരു ഫോട്ടോ അയക്കുകയാണെങ്കിലാണ് എനിക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ.
അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ നിതീഷ് ഇതാക്കണേ പൊതിച്ചോറ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ടി വിയിൽ വെച്ചതുകൊണ്ടേ നമുക്ക് വോയിസ് ഓവർ കൊടുക്കല്ലാതെ ഒരു നിവർത്തിയില്ല. ഓൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ എടുത്തോളി, ഞാനൊക്കെ ഫേമസ് അല്ലേ എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഓൻ പൊതിച്ചോറ് എടുത്ത് പോയിട്ടോ. ഇപ്പോൾ 10 മണിക്ക് വരാമെന്നും പറഞ്ഞിട്ട് 10 മണിക്കൊന്നല്ല വന്ന് 10-10:30 ആയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ. എല്ലാ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യണമല്ലോ, ഒന്നെങ്കിൽ ഒന്ന് ഇതാകെ കൊടുത്താൽ എല്ലാവർക്കും സന്തോഷമാകുമല്ലോ. അങ്ങനെ ഓൻ അതാകെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മാത്രം എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2-3 റബ്ബറിൻ്റെ അമ്മ ഇന്ത്യയിൽ നിന്ന് പിന്നെ റബ്ബർ കൊണ്ടുവരാനും ഒക്കെ പാടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുമ്പർക്ക് ഞാനൊരു മാങ്ങ ചെത്തി കൊടുത്ത് അത് അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ തിന്നണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് കൂടി പൊതി കെട്ടാന്നുള്ളത്. അപ്പോൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നു, ഞാൻ ഒന്ന് വാട്ടിയെടുക്കട്ടെ, എന്നിട്ട് വേണം പൊതി കെട്ടാനായിട്ട്. അപ്പോൾ ഉപ്പേരി ഒക്കെ ഇത്തിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ബീട്രൂട്ടേ എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഉപ്പേരിയൊക്കെ ഇത്തിരി കഴിഞ്ഞ്, അച്ചാറും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ എരിവിന് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഫ്രിഡ്ജ് തപ്പി തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു കുഞ്ഞൊരു തേങ്ങാപ്പൊട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി ചൊയ്യും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, എനിക്ക് മാത്രം വെക്കാനായിട്ട് ഞാൻ ചമ്മന്തി അരക്കാമെന്നാണ് വിചാരിച്ചു. ചമ്മന്തി ആണെങ്കിൽ ഒരുമാതിരി കടിച്ചു തുപ്പിയ പോലെയായി ചമ്മന്തി, അരഞ്ഞിട്ടും ഇല്ലേന്ന്. അപ്പം അങ്ങനെ ഈ ഒരു പൊതി ഞാനത് കെട്ടി വെച്ചിട്ടുണ്ട്. 2 പൊതിയാണ് അങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് ഉച്ചയാകുമ്പോഴത്തേനും ഇതൊന്ന് കെട്ടി കഴിച്ചാണ്ട് ഒന്ന് തിന്നണം. അപ്പോൾ ഒരു മാങ്ങ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെയും മുറവള്ളി കൂട്ടിയിട്ടുണ്ട്. ഒരു മാങ്ങ കൂടി ചെത്തി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അടുത്ത മാങ്ങയും കൂടി ചെത്തി കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ടി വിയിൽ കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് പണി. അപ്പോൾ സമയം പോണത് അറിഞ്ഞില്ല. അപ്പോൾ അതാണ് സമയം 1 മണി 1:30 ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ചോറ് തിന്നട്ടെ കേട്ടോ. പൊതിച്ചോറാണുള്ളത്. പൊതിച്ചോറ് എന്ന് പറയാനൊന്നുമില്ല. ഓൽക്ക് കൊടുത്തേരെ ബാക്കിയാണ് നമ്മൾ പൊതിഞ്ഞ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വാഴൻ്റെ ഇലയിൽ പൊതിയുമ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. അങ്ങനെ മീൻ ഇതാക്കണം, ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഇതാക്കണം. കുറച്ച് തോനെ മൂപ്പർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അതാക്കിയിട്ട്. പിന്നെ സാമ്പാറും ഇതാക്കി നമ്മൾ പാത്രത്തിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൂപ്പരാളെ കൂളിയും ഒക്കെ കഴിഞ്ഞ് മരുന്നേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് തിന്നിട്ട് ഗുളികയും കുടിച്ചിട്ടുണ്ട് കടന്നാടല്ലോ. പിന്നെ വൈകുന്നേരത്തിനാണ് നീക്കുള്ളൂ, ചായക്കാണ് നീക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഉഷാറാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഞങ്ങൾ ഇത്തിരി ചോറ് തിന്നട്ടെ. അപ്പം നമ്മൾ ആസ്വദിച്ച് തിന്നണ പോലെ തന്നെ ആശുപത്രിക്കാരും ഇപ്പം തിന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ആശുപത്രിയിലാണ് പോയത്, അത് വലിയ ആസ്വാദനമൊന്നും ഉണ്ടാവില്ല. പാർക്കിലല്ലല്ലോ പോയത്, ആശുപത്രിയിലല്ല. അതും രോഗത്തോട് മല്ലടിക്കാനല്ലേ പോയത്. അപ്പോൾ അതിൻ്റേതായ ഒരു രസത്തിന് ആ ചോറ് തിന്നാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞതൊന്നും ആരോടും ഒന്നിനും ഒരു വിരോധം തോന്നണ്ട കേട്ടോ. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പോലെ അല്ലല്ലോ നിങ്ങൾക്ക് വേറൊരു കാഴ്ചപ്പാടല്ലേ. ഏതായാലും ടാറ്റാ.